ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 സ്ട്രക്ചർ ഓഫ് ആറ്റമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ്, ആ എക്സ്പെരിമെൻ്റ് നടത്തിയ സയൻറ്റിസ്റ്റാണ് വില്യം ക്രൂക്സ്. ഓക്കെ, ഞാൻ ഈ പിക്ചറിൽ തന്നിരിക്കുന്ന ഈ സയൻറ്റിസ്റ്റാണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് നടത്തിയത്. ഓക്കെ, അതെന്തിനാണ് നടത്തിയത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇലക്ട്രോൺസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്പെരിമെൻ്റ് വില്യം ക്രൂക്സ് ചെയ്തത്. ഓക്കെ, മനസ്സിലായോ? ഇലക്ട്രോണുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് വില്യം ക്രൂക്സ് നടത്തിയ എക്സ്പെരിമെൻ്റ് ആണ് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ്. ഓക്കെ, മനസ്സിലായോ? അപ്പം ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളിവിടെ പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചർ നിങ്ങൾ ഇപ്പം ശ്രദ്ധിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് പെട്ടെന്നത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് നമുക്ക് ഒരു ട്യൂബ്, ആദ്യം ഫസ്റ്റ് നമ്മളൊരു ട്യൂബ് വരയ്ക്കാൻ പോവാണേ. ഒരു ട്യൂബ് വരച്ചു. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡിസ്ചാർജ് ട്യൂബിനുള്ളിൽ 2 ഇലക്ട്രോഡുകളെ കണക്ട് ചെയ്തു. ഓക്കെ, എന്താണ്? ഈ ഡിസ്ചാർജ് ട്യൂബിനുള്ളിൽ 2 ഇലക്ട്രോഡുകളെ കണക്ട് ചെയ്തു. ഈ ഇലക്ട്രോഡുകളെ ഫിക്സ് ചെയ്തു. ഈ ഫിക്സ് ചെയ്ത ഇലക്ട്രോഡുകളെ അതിനുള്ളിൽ ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് വെച്ചു. കണ്ടോ? ഈ 2 ഇലക്ട്രോഡുകളെയും ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് വെച്ചു. ഈ ബാറ്ററിയുടെ ചെറിയ വര എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജും വലിയ വര എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുമാണ്. ഓക്കെ, അപ്പം കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എടുത്തു. ഇതിനുള്ളിൽ അദ്ദേഹം 2 ഇലക്ട്രോഡുകളെ വെച്ചു. ഓക്കെ, അപ്പം ഈ ഇലക്ട്രോഡുകളെ എന്തുമായിട്ട് കണക്ട് ചെയ്തു? ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തു. എന്തിനാ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുന്നത്? കറണ്ട് പാസ് ചെയ്യണ്ടേ. സോ ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തു. അന്നേരം അപ്പം ബാറ്ററിയുടെ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ചെറിയ വരയും പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് വലിയ വരയുമാണ്. ഓക്കെ, അതിനുശേഷം ഇതിനുള്ളിലേക്ക് കുറച്ച് ഗ്യാസിനെ ഫില്ല് ചെയ്തു. ഓക്കെ, കണ്ടോ? ഇതിനുള്ളിലേക്ക് കുറച്ച് ഗ്യാസിനെ അദ്ദേഹം ഫില്ല് ചെയ്ത് കൊടുത്തു. ഇതിനുള്ളിലേക്കെല്ലാം കുറച്ച് ഗ്യാസിനെ ഫില്ല് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഏത് ഗ്യാസ്? ഹൈഡ്രജൻ ഗ്യാസ് അദ്ദേഹം ഫില്ല് ചെയ്ത് കൊടുത്തു എന്ന് വെക്കാം. ഓക്കെ, അപ്പം ഈ ഗ്യാസിനുള്ളിലൂടെയാണ് വില്യം ക്രൂക്സിന് കറണ്ട് കടത്തി വിടാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യം ഈ 2 ഇലക്ട്രോഡുകൾ ഇവിടെ വെച്ചെന്ന് പറഞ്ഞില്ലേ, ഈ 2 ഇലക്ട്രോഡുകളെ ആദ്യം അദ്ദേഹം ഫിക്സ് ചെയ്തില്ലേ. ഈ ഇലക്ട്രോഡ്സിന് നമ്മൾ 2 പേരുകൾ കൊടുക്കും. ഓക്കെ, ഇതിൻ്റെ ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിലേക്ക് കണക്ട് ചെയ്ത ഇലക്ട്രോഡ്, അതായത് ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിലേക്ക് കണക്ട് ചെയ്ത ഇലക്ട്രോഡിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, സോ ആ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനോഡ്. ഓക്കെ, ആനോഡ്. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിനെ, അതായത് ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിലേക്ക് കണക്ട് ചെയ്ത ഇലക്ട്രോഡിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അങ്ങനെ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനോഡ്. ഓക്കെ, ഇനി നെഗറ്റീവ് ചാർജിലേക്ക് കണക്ട് ചെയ്ത ഇലക്ട്രോഡിന് അപ്പോൾ ഏത് ചാർജ് ആയിരിക്കും? ഓക്കെ, നെഗറ്റീവ് ചാർജിലേക്ക് കണക്ട് ചെയ്ത ഇലക്ട്രോഡിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. സോ ആ നെഗറ്റീവ് ചാർജുള്ള ആ ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാഥോഡ്. കാഥോഡ്. ഓക്കെ, ആനോഡും കാഥോഡും. ആനോഡിന് പോസിറ്റീവ് ചാർജും കാഥോഡിന് നെഗറ്റീവ് ചാർജും ആയിരിക്കും. ഓക്കെ, പിന്നീട് അദ്ദേഹം ചെയ്തത് ഈ ആനോഡിനുള്ളിൽ കുറച്ച് ഹോൾസിനെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ ആനോഡിനുള്ളിൽ ഇതുണ്ട്, ഈ ആനോഡിനുള്ളിൽ കുറച്ച് ഹോൾസ്, സുഷിരങ്ങൾ ഇട്ടു. എന്നിട്ട് ഈ ആനോഡിൻ്റെ പുറകിലായിട്ട്, അതായത് ഈ ആനോഡിൻ്റെ ബാക്കിലായിട്ട് ഒരാളെ കോട്ട് ചെയ്ത് വെച്ചു. ആ ആളുടെ പേരാണ് സിങ്ക് സൾഫൈഡ്. ഓക്കെ, സിങ്ക് സൾഫൈഡിനെ ഈ ആനോഡിൻ്റെ പുറകിലായിട്ട് അദ്ദേഹം കോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പം ഗ്യാസ് ഫില്ല് ചെയ്തു. ഗ്യാസ് ഫില്ല് ചെയ്തതിന് ശേഷം ആനോഡിൽ കുറച്ച് സുഷിരങ്ങൾ കൊടുത്തു. എന്നിട്ട് സിങ്ക് സൾഫൈഡ് അവിടെ കോട്ട് ചെയ്തു. ഓക്കെ, ഇനി വില്യം ക്രൂക്സ് എന്താ ചെയ്തത്? നേരെ ബാറ്ററിയുടെ സ്വിച്ച് ഓൺ ചെയ്തു. ഓക്കെ, ബാറ്ററിയുടെ സ്വിച്ച് ഓൺ ചെയ്തു. പക്ഷെ എത്ര നോക്കിയിട്ടും അദ്ദേഹത്തിന് കറണ്ട് പാസ് ചെയ്യിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, എന്ത് ചെയ്തിട്ടും കറണ്ട് പാസ് ചെയ്യുന്നില്ല. സോ അദ്ദേഹം എന്താ ചെയ്തത്? പിന്നീട് അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇവിടെ അദ്ദേഹം വലിയ ഒരു ഹൈ വോൾട്ടേജ് കറണ്ട് അപ്ലൈ ചെയ്തു. വെരി ഹൈ വോൾട്ടേജിലുള്ള ഒരു കറണ്ട് അദ്ദേഹം ഇവിടെ അപ്ലൈ ചെയ്തു. എന്നിട്ട് ഇതിനുള്ളിലെ ഗ്യാസിൻ്റെ, എയറിൻ്റെ പ്രഷർ ലോ ആക്കി. അവിടുത്തെ പ്രഷർ അങ്ങ് കുറച്ചു.
ലോ പ്രഷർ. ഓക്കെ, അപ്പം അദ്ദേഹം ചെയ്ത് എന്താണ്, വെരി ഹൈ വോൾട്ടേജ് കൊടുത്തു, അതിനുശേഷം അവിടുത്തെ പ്രഷർ അങ്ങ് കുറച്ചു. സോ വെരി ഹൈ വോൾട്ടേജ് ആൻഡ് വെരി ലോ പ്രഷർ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു കാണും, അതിലൂടെ സിമ്പിളായിട്ട് കറണ്ട് പാസ് ചെയ്തു. സോ ഇവിടെ വോൾട്ടേജ് കൂട്ടി പ്രഷർ കുറച്ച് ബാറ്ററി സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അതിനുള്ളിലൂടെ അല്ലെങ്കിൽ ആ ഗ്യാസിനുള്ളിലൂടെ കറണ്ട് പാസ് ചെയ്തു. സോ അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം നോക്കിയപ്പോഴുണ്ട്, നമ്മുടെ ആനോഡിന്റെ പുറകിൽ കോട്ട് ചെയ്ത് വെച്ച സിങ്ക് സൾഫൈഡ് ഉണ്ടല്ലോ, ഈ സിങ്ക് സൾഫൈഡിന്റെ അവിടെ ഒരു പച്ചത്തിളക്കം വന്നു. എന്താണ്, ഒരു ലൈറ്റ് ഗ്രീൻ കളറ് വന്നു. അതെന്താണ്, അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അതായത് അദ്ദേഹം സ്വിച്ച് ഇട്ടപ്പോൾ ഈ കാഥോഡിൽ നിന്നും ആനോഡിലേക്ക്, അതായത് കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് കുറച്ച് റേസ് പോയി. കാണിച്ചു തരാം. അതായത് നമ്മൾ ഇത് ഡിസ്ചാർജ് ട്യൂബ്, അത് ഓക്കെ, ഡിസ്ചാർജ് ട്യൂബാണ്. നമ്മൾ ഇതിനകത്ത് 2 ഇലക്ട്രോഡുകളെ കൊടുത്തു അല്ലേ, 2 ഇലക്ട്രോഡുകളെ കൊടുത്തു. അത് ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതിനകത്ത് മുഴുവൻ ഗ്യാസ് ഫില്ല് ചെയ്ത് കൊടുത്തു അല്ലേ. ഗ്യാസ് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്തത്, ഈ ആനോഡ്, ഇതാണ് ആനോഡ്, കാരണം ബാറ്ററിയുടെ പോസിറ്റീവ് ഇതാണ് ആനോഡ്. ഇതിനുള്ളിൽ കുറച്ച് സുഷിരങ്ങളെ ഇട്ടു. അതിനുശേഷം ഇതിനുള്ളിൽ വെരി ഹൈ വോൾട്ടേജ് കറണ്ട് അപ്ലൈ ചെയ്തു. ഇവിടെ ഒരു സിങ്ക് സൾഫൈഡ് കോട്ടിങ് കൊടുത്തു അല്ലേ. അതിനുശേഷം ഇവിടുത്തെ പ്രഷർ കുറച്ചിട്ട് ഒരു വെരി ഹൈ വോൾട്ടേജ് കറണ്ട് അപ്ലൈ ചെയ്ത് വിട്ടപ്പോൾ ഈ സിങ്ക് സൾഫൈഡിൻ്റെ അവിടെ ഒരു പച്ചത്തിളക്കം വന്നു. ഓക്കെ, അതെന്തുകൊണ്ടാണ് ഈ സിങ്ക് സൾഫൈഡിൻ്റെ അവിടെ ഒരു പച്ചത്തിളക്കം വന്നത്? എന്തുകൊണ്ടായിരിക്കും? അതായത് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് കുറച്ച് രശ്മികൾ പാസ് ചെയ്തു. അതായത് ഈ കാഥോഡിൽ, അതായത് ഇവിടുന്ന് ഈ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് കുറച്ച് രശ്മികൾ പാസ് ചെയ്തു പോയി. ഓക്കെ, അപ്പോൾ അവിടെ കോട്ട് ചെയ്ത് വെച്ച ഈ സിങ്ക് സൾഫൈഡിൽ വന്ന ഈ റേസ് തട്ടി. സോ അതുകൊണ്ടാണ് സിങ്ക് സൾഫൈഡിന് ഒരു പച്ചത്തിളക്കം വന്നത്. അപ്പോൾ കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് ഈ രശ്മികൾ പോയതുകൊണ്ട് ആ രശ്മികളെ വിളിച്ച പേരാണ് കാഥോഡ് റേസ് അല്ലേ. ഇതാണ് കാഥോഡ് അല്ലേ, ഇതാണ് കാഥോഡ്. അതായത് ബാറ്ററിയുടെ നെഗറ്റീവ് ചാർജിനോട് കണക്ട് ചെയ്തതാണ് കാഥോഡ്. ഇവിടെ പോസിറ്റീവ് ചാർജിനോട് കണക്ട് ചെയ്ത ഇലക്ട്രോഡിന് പറയുന്ന പേരാണ് ആനോഡ്. സോ ഈ കാഥോഡിൽ നിന്നും ആനോഡിലേക്കാണ് രശ്മികൾ പോയത്. അതുകൊണ്ടാണ് നമ്മൾ ഈ രശ്മികളെ കാഥോഡ് റേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് ഈ രശ്മികൾ പാസ് ചെയ്ത് പോയത് കൊണ്ടാണ് അവയെ എന്ത് വിളിക്കുന്നത്, കാഥോഡ് റേസ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ കാഥോഡ് റേസിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, ഈ കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഈ കാഥോഡ് റേസിന്റെ, അതായത് നോക്കിയേ, cathode rays cast shadows of opaque objects placed in its path, indicating that cathode rays travel in straight lines. അതായത് cathode rays straight ലൈനെയാണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതെങ്ങനെയാണ് മനസ്സിലായത്? അത് ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മൾ കാഥോഡ് റേസിന്റെ പാതയിൽ അതാര്യ വസ്തുക്കൾ, അതായത് ഒപ്പേക്ക് ഒബ്ജക്ട്സ് എന്ന് വെച്ചാൽ എന്താണ്, പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളെയാണ് നമ്മൾ ഒപ്പേക്ക് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. സോ ഈ കാഥോഡ് റേസിന്റെ പാതയിൽ, അതായത് ഇതിപ്പം ഞാൻ കാണിച്ചു തരാം, ഇതിപ്പം കുറച്ച് കാഥോഡ് റേസ് പോവുകയാണ്, കണ്ടോ, കാഥോഡ് റേസ് പാസ് ചെയ്യുകയാണ്. ഈ കാഥോഡ് റേസിന്റെ പോകുന്ന വഴിയിൽ ഞാൻ എന്തേലും ഒരു ഒപ്പേക്ക് ഒബ്ജക്ട്സ്, എന്തേലും ഒരു സാധനം വെച്ചു. ഈ സാധനം വെക്കുമ്പോൾ, അതായത് നമ്മുടെ കാഥോഡ് റേസ് ഇങ്ങനെ പോകുമായിരുന്നു, അപ്പോൾ അവിടെ ഒരു ഒപ്പേക്ക് ഒബ്ജക്ട്സിനെ നമ്മൾ വെച്ചു. സോ എന്താ സംഭവിക്കുന്നത്, ഈ ഒപ്പേക്ക് ഒബ്ജക്റ്റിനെ ഇവിടെ വെച്ചപ്പോൾ ഈ ഒപ്പേക്ക് ഒബ്ജക്റ്റിന്റെ ഒരു ഷാഡോ, കണ്ടോ, ഒരു ഷാഡോ ഇവിടെ ഉണ്ടാവും. ഈ ഒപ്പേക്ക് ഒബ്ജക്ട്സിന്റെ ഒരു ഷാഡോ, ഒരു നിഴല് ഇവിടെ ഉണ്ടായി. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്, കാഥോഡ് റേസ് ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, അതായത് കാഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതാണ് കാഥോഡ് റേസിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി. എന്താണ്, കാഥോഡ് റേസ് ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, കാഥോഡ് റേസ് നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, അതാണ് അതിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇനി അതിന്റെ സെക്കൻഡ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ, എ പാഡിൽ വീൽ, അതായത് എ പാഡിൽ വീൽ ഈസ് placed in the path of the cathode rays and it rotates. അതായത് ഒരു ചെറിയ ചക്രം, ഇവിടെ ഇപ്പം കാഥോഡ് റേസ് ഇതേപോലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഇവിടെ ഒരു
ചെറിയൊരു ചക്രം കൊണ്ട് വെച്ചു. ഓക്കെ, ഒരു ചെറിയ ചക്രം കൊണ്ട് വെച്ചു. എവിടെ കാഥോഡ് റേസ് പാസ് ചെയ്യുന്നു അതിൻ്റെ അവിടെ ആ ഒരു ചക്രം കൊണ്ട് വെച്ചു. അപ്പോഴുണ്ട് ആ ചെറിയ ചക്രം കറങ്ങുന്നു. എന്താ സംഭവിച്ചത്? ഈ കാഥോഡ് റേസ് പാസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനിവിടെ ഒരു ചക്രം കൊണ്ട് വെച്ചപ്പോൾ ഈ ചക്രം കാഥോഡ് റേസ് പാസ് ചെയ്ത സമയത്ത് കറങ്ങുന്നു. എങ്ങനെയാണ് അത് കറങ്ങിയിട്ടുണ്ടാവുക? ഇപ്പം നിങ്ങൾ ഓർക്കുക, നമ്മളെ ഒരാൾ ഇടിക്കാൻ വരിക അല്ലേ, നമ്മൾ ഒരു നമ്മളെക്കാട്ടിൽ ആരോഗ്യമുള്ള ഒരാളെ നമ്മളെ വന്ന് ഇടിക്കുവാണെങ്കിൽ നമ്മൾ വീഴും അല്ലേ. നമ്മളെക്കാട്ടിലും കുറച്ചുകൂടെ ആരോഗ്യമുള്ള ഒരാൾ നമ്മളെ വന്നിടിച്ചാൽ നമ്മൾ വീഴും. അല്ല, നമ്മളെക്കാട്ടി ആരോഗ്യം കുറഞ്ഞ ആൾ വന്നിടിച്ചാൽ നമ്മൾ വീഴുമോ? ഇല്ല. അപ്പം നമ്മളെ ഒരു അത്യാവശ്യം മാസ് ഉള്ള ഒരാൾ വന്ന് ഇടിക്കണം അല്ലേ. അതുപോലെ തന്നെ ഈ കാഥോഡ് റേസിനെ കടത്തിവിട്ടപ്പോൾ ഈ വീല് റൊട്ടേറ്റ് ചെയ്തു എങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കാഥോഡ് റേസിന് എന്തുണ്ട്? മാസ് ഉണ്ട്. സോ കാഥോഡ് റേസ് ഹാവ് മാസ്. അപ്പം രണ്ട് പ്രോപ്പർട്ടി പഠിച്ചു. ഒന്ന്, കാഥോഡ് റേസ് ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. രണ്ടാമത്തെ, കാഥോഡ് റേസ് ഹാവ് മാസ്. കാഥോഡ് റേസിന് മാസ് ഉണ്ട്. മാസ് ഉള്ളത് കൊണ്ടാണ് ഈ ചക്രം കറങ്ങിയത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഷാഡോ കണ്ടപ്പോൾ പറഞ്ഞു കാഥോഡ് റേസ് ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിലാണ് എന്ന് പറഞ്ഞു. സെക്കൻഡ് നമ്മൾ പറഞ്ഞു പാഡഡ് വീൽ റൊട്ടേറ്റ് ചെയ്തപ്പോൾ കാഥോഡ് റേസിന് മാസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തതിൻ്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടി നമുക്കറിയാം. നിങ്ങൾ ശ്രദ്ധിച്ചോ, എപ്പോഴും നമുക്കറിയാം ഒരു പോസിറ്റീവ്, അതായത് ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കൂടെ അടുത്തിരുന്നാൽ അവിടെ എന്താണ് നടക്കുന്നത്? അവിടെ ഒരു അട്രാക്ഷൻ നടക്കും അല്ലേ. അതേസമയം ഒരു നെഗറ്റീവ് ചാർജും മറ്റൊരു നെഗറ്റീവ് ചാർജും ആണെങ്കിലോ അവിടെ എന്താ നടക്കുന്നത്? അവിടെ ഒരു റിപ്പൽഷൻ നടക്കും. അതായത് പോസിറ്റീവും നെഗറ്റീവും കൂടാണ് അവിടെ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണം നടക്കും. നെഗറ്റീവും അല്ലെങ്കിൽ പോസിറ്റീവും ആണെങ്കിൽ അവിടെ ഒരു റിപ്പൽഷൻ നടക്കും അല്ലേ. റിപ്പൽഷൻ നടക്കും. അപ്പം ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ, സെയിം ചാർജസ് റിപ്പൽ ഈച്ച് അതർ. സോ ഇവിടെ രണ്ട് ഓപ്പോസിറ്റ് ചാർജസ് ഉള്ള ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ വരയ്ക്കുകയാണ്. നോക്കിക്കോണേ, ഇവിടെ കാഥോഡ് റേസ് ഇവിടെ കടന്നു പോവുകയാണ്. ഓക്കെ, കാഥോഡ് റേസ് കടന്നു പോകുന്ന വഴിയിൽ ഞാൻ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. ഓക്കെ, എന്നിട്ട് ഇതിലൂടെ കാഥോഡ് റേസ് കടത്തിവിട്ടു. അപ്പോഴുണ്ട് ഈ കാഥോഡ് റേസ് എല്ലാം കൂടെ എങ്ങോട്ടാണ് പോകുന്നത്? ഈ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രിക് ഫീൽഡിലേക്കാണ് കാഥോഡ് റേസ് എല്ലാം കൂടെ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിലേക്ക് കാഥോഡ് റേസിനെ കടത്തിവിട്ടപ്പോൾ അവർ എങ്ങോട്ടാണ് പോയത്? ഈ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രിക് ഫീൽഡിലേക്കാണ് പോയത്. അതായത് അവരെ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രിക് ഫീൽഡിലേക്കാണ് അവർ ആകർഷിക്കപ്പെട്ടത്. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രിക് ഫീൽഡിലേക്ക് അട്രാക്ഷൻ വരണമെങ്കിൽ കാഥോഡ് റേസിന് എന്ത് ചാർജ് ആയിരിക്കും ഉള്ളത്? നമുക്കറിയാം ഓപ്പോസിറ്റ് ചാർജസ് ആണ് അട്രാക്ട് ചെയ്യപ്പെടുക. സോ നമുക്ക് പറയാം കാഥോഡ് റേസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് അല്ലേ. കാഥോഡ് റേസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അതുകൊണ്ടാണ് ഇത് പോസിറ്റീവ് ഇലക്ട്രിക് ഫീൽഡിലേക്ക് അട്രാക്ഷൻ സംഭവിച്ചത്. ഓക്കെ, ശരിയല്ലേ? അപ്പോൾ നമ്മളിപ്പം ബേസിക്കലി 3 പ്രോപ്പർട്ടീസ് ആണ് പഠിച്ചത്. ഫസ്റ്റ് വൺ, കാഥോഡ് റേസ് ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. നെക്സ്റ്റ് സെക്കൻഡ് വൺ, ദേ ഹാവ് മാസ്. പിന്നെ മൂന്നാമത് ഇപ്പോൾ പഠിച്ചെന്താണ്? അവർക്ക് നെഗറ്റീവ് ചാർജ് ആണുള്ളത്. അതായത് കാഥോഡ് റേസിന് നെഗറ്റീവ് ചാർജ് ആണുള്ളത്. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ രണ്ടും ഇലക്ട്രിക് ഫീൽഡ് വെച്ചു. ആ ഇലക്ട്രിക് ഫീൽഡിൽ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രിക് ഫീൽഡിലേക്കാണ് കാഥോഡ് റേസ് അട്രാക്ട് ചെയ്തത്. സോ നെഗറ്റീവ് ചാർജസ് ആണ് അട്രാക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ കാഥോഡ് റേസിന് നെഗറ്റീവ് ചാർജ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. സോ ഈ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ വിളിച്ച പേരാണ് എന്തായിരിക്കും? ഇലക്ട്രോൺസ്. എന്താണ്? ഇലക്ട്രോൺസ്. ഓക്കെ, ഈ നെഗറ്റീവ് ചാർജുള്ള കാഥോഡ് റേസിനെ നമ്മൾ വിളിച്ച പേരാണ് ഇലക്ട്രോൺസ്. ഓക്കെ, അങ്ങനെ ഇലക്ട്രോണിനെ ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, മനസ്സിലായല്ലോ?
ഓക്കെ, ഇനി നമ്മുടെ സയൻറ്റിസ്റ്റിന് ഒരു ഐഡിയ തോന്നി, ഈ ഗ്യാസ് മാറ്റി വേറെ ഒരു ഗ്യാസിനെ മാറ്റി നോക്കിയാലോ. അതായത് ഒരു ഹൈഡ്രജൻ ഗ്യാസ് ആണല്ലോ നമ്മൾ ഡിസ്ചാർജ് ട്യൂബിനുള്ളിലേക്ക് കൊടുത്തത്. അപ്പോൾ സയൻറ്റിസ്റ്റ് വിചാരിച്ചു, ഇനി ഈ ഗ്യാസിനെ ഒന്ന് മാറ്റി വേറൊരു ഗ്യാസിനെ വെച്ച് നോക്കിയാൽ ഈ കാഥോഡ് റേസിന് എന്തെങ്കിലും സംഭവിക്കുമോ, ഓക്കെ എന്ന് നോക്കിയിട്ട്, പക്ഷെ ഏത് ഗ്യാസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടും കാഥോഡ് റേസിൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും സംഭവിച്ചില്ല. അപ്പോൾ ഏത് ഗ്യാസ്, ഹൈഡ്രജൻ ആയാലും ഹീലിയം ആയാലും ഏത് ഗ്യാസിനെ എടുത്താലും ഒരേപോലെയാണ് കാഥോഡ് റേസിൻ്റെ ക്യാരക്ടർ. അതായത് കാഥോഡ് റേസിലെ കണികകൾ എല്ലാ മാറ്ററിലും അല്ലെങ്കിൽ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സോ ഈ പാർട്ടിക്കിൾസിനെ ഇലക്ട്രോൺസ് എന്ന് നമ്മൾ വിളിച്ചു, അദ്ദേഹം കണ്ടുപിടിച്ചു. അങ്ങനെ ഈ എക്സ്പെരിമെൻ്റ് വഴി, അതായത് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് വഴിയാണ് നമുക്ക് വില്യം ക്രൂക്സ് ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പഠിച്ചത് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മൾ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് ആണ് പഠിച്ചത്. അത് എങ്ങനെയാണ് ആ എക്സ്പെരിമെൻ്റ് ചെയ്തതെന്നും ആ കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നും എങ്ങനെയാണ് ഇലക്ട്രോണിനെ ഡിസ്കവർ ചെയ്തത് എന്നുമാണ് നമ്മൾ ഇത്രയും പഠിച്ചത്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.